ഈ ഗുരു എന്ന് പറയുന്ന സത്യത്തെ നേരിട്ട് കാണണമെങ്കിൽ അയാളെ കണ്ടാൽ മതി. അങ്ങനെ ഒരു അബ്ദുറഹ്മാൻ ഒരാൾ ഇബിന് കയ്യിൽ കാലം വെച്ചതാ, അത്ര വലുപ്പത്തില. ഇന്നയാൾ എന്നോട് പറയാനെന്നില്ല, എന്നിട്ട് പറയും ഞങ്ങളിതൊന്നും പറയില്ല, ഞങ്ങൾ വലിയ വിനയത്തിന്റെ ആളുകളാണ്. അങ്ങനെ പറയുന്ന അഹങ്കാരത്തിന്റെ കയ്യിൽ കാലം വെച്ച സ്വഭാവമുണ്ട്. അത് തസ്ബീഹ് ഉണ്ടായി കൊടുക്കുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയെ അവതരിപ്പിച്ചില്ല ഇതുവരെ. അയാൾ ബോംബെയിലാണോ ഡൽഹിയിലാണോ? ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് ഇപ്പൊ പരസ്യമായി പറയുന്നില്ല. ആരാണ് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല? ഈ പറയുന്ന സനദിൽ ഞാൻ നേരത്തെ കോഴിക്കോട് നടന്ന ഉലമാ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇത് 7 വർഷക്കാലം അദ്ദേഹത്തിന്റെ കാത്തിബായി എഴുത്തുകാരനായി ജോലി ചെയ്തിരുന്നൊരു സഖാഫി, ആ സഖാഫിയോട് എഴുതി ഉണ്ടാക്കി പ്രിന്റ് ചെയ്ത് വെച്ചത് AP അബൂബക്കർ മുസ്ലിയാർ സ്വന്തമാണ്. മാത്രമല്ല അതിനുശേഷം ഒരു അറബി സഹോദരൻ മർക്കസ് സഖാഫത്ത് സുന്നിയെ സന്ദർശിക്കുകയും അയാൾ പോയപ്പോൾ പിറകെ പോയ ആള് കൂടി അറബി സഹോദരന് കൊടുത്തു AP അബൂബക്കർ മുസ്ലിയാർ. അയാൾ ഗൾഫിലേക്ക് പോയപ്പോ പിന്നാലെ തന്നെ മുസ്ലിയാരും പോയി. അറബി സനദ് ചോദിച്ചപ്പോ അങ്ങനെ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ അന്ന് ജോലി ചെയ്തിരുന്ന, ഇന്ന് ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന ഒരു സഖാഫി ശൈഖിന്റെ നിർദ്ദേശമനുസരിച്ച് ഖാദിരിയ തരീഖത്തിന്റെ സനദിൽ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല എന്ന് എഴുതി ചേർത്തുണ്ടാക്കിയതാണ് ഈ സനദ് എന്ന് ഞാൻ ഉലമാ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാറ്റിനും കടിച്ചു കീറാൻ വരുന്ന ആളെന്താ അതിന് മറുപടി ഒന്നും പറയാഞ്ഞത്? എന്താ അതിന് മറുപടി ഇല്ലാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഉത്തരവാദിത്തത്തോടെ പറയുകയാണ്. പക്ഷേ എന്റെ നേരെ കടിച്ചു കീറാൻ വരുന്നതിനും ഈ എന്ന് ചോറക്കെത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് പറയുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം സത്യസന്ധമാണോ എന്ന് ശേഖനോട് ചോദിച്ചുറപ്പുവരുത്തണം. അങ്ങനെ എഴുതി ഉണ്ടാക്കിയ സനദ. എന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താന്ന് വെച്ചാ ഞങ്ങൾ സനദ് തന്നില്ലേ, എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? അപ്പൊ നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന സനദ് എന്തും ഞങ്ങൾ അങ്ങ് സ്വീകരിച്ചു കൊള്ളണമെന്നാണ്. മമ്മുഞ്ഞി ഇബ്രാഹിം കുട്ടി സൂപ്പി ആലി പോലീസ് എഴുതിയിട്ട് ഇങ്ങനെ സനദ് കൊണ്ട് തന്നാല് ഞങ്ങൾ അതൊക്കെ ഏതെങ്കിലും ഒരു പേര് ചോദികൾ തന്നെ പരിശോധിക്കാനാണ്. നിങ്ങളെ എങ്ങനെ ഒരിക്കൽ പോലും ഉള്ളയും മുലാഫായിൽ രണ്ട് മുടിന്റെ മറ്റ് റളിയൽ അൻഹുമാണ് എന്താണ് ഇപ്പൊ ഏറ്റവും പുതുതായി പറഞ്ഞിരിക്കുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കളഞ്ഞപ്പോൾ നാസിയത്തിലേക്ക് ഫസബഖ്തുഹും ഇലാ നാസിയത്തി എന്ന് പറഞ്ഞ ആ വാക്കുദ്ധരിച്ചിട്ട് നാസിയത്തിലേക്ക് അങ്ങനെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാസിയത്തിന്റെ മുട കേട്ടുണ്ടാവും. ഖാലിദ് റളിയല്ലാഹു നമുക്ക് മുടി കിട്ടിയത് ഖാലിദ് റളിയല്ലാഹു അൻഹു ആ കലം സുബയിൽ തുന്നിച്ചേർത്ത് ഫജഅൽതു അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഞാൻ എന്റെ കലം സുബയിൽ ആ നാസിയത്തിലെ മുടി തുന്നിച്ചേർത്ത് എനിക്ക് കിട്ടിയ മുടി തുന്നിച്ചേർത്തു എന്ന് തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
നിങ്ങൾക്ക് ഖാലിദ് ഇബ്നു റളിയല്ലാഹുവിന്റെ വഴിക്കാണ് കിട്ടിയത്? റാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഴിക്കാണ്, റളിയല്ലാഹു അൻഹയുടെ വഴിക്കാണ് കിട്ടിയത്? ഏത് വഴിക്കാ? ഇപ്പൊ എല്ലാ വഴിയും കൂടി പറയാം. കെട്ടിന് തെളിവുണ്ടാക്കാൻ നടക്കുമ്പോൾ ചിന്തിക്കണം, സനത് മാറുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അപ്പോ ഇനി വേറെ രസകരമായ ഒരു വസ്തുതയുള്ളത്, ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ സഖാഫി പറഞ്ഞത്, ഈ മുടി ആദ്യം കിട്ടിയ മുടി, ആദ്യത്തെ മുടിന്റെ കാര്യം ഞാൻ പറയുന്നത്, രണ്ടാമത്തത് ഹമീദ് ഫൈസി വളരെ വ്യക്തമായി ഇവിടെ പറയും. മറ്റൊന്ന് റസൂലുള്ളാഹി രോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവശാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ താടിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിലെ ശറഫാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ഷഅർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ശൈഖിനെ അടുത്ത് ഇരുത്തിയിട്ടായി പറയുന്നത്, കയ്യിൽ നിന്നും തലയിൽ നിന്നും താടി രോമത്തിൽ നിന്നുമുള്ള 3 മുടിയാട് കിട്ടിയത് വല്ലാത്ത സന്തോഷം തോന്നി. അബദ്ധം പറ്റുന്ന അലൈഹി വസല്ലമ തങ്ങളുടെ റാത്ത് ഷരീഫിനെ അള്ളാഹു സംരക്ഷിക്കും. അതിന്റെ തെളിവാണ് നേരത്തെ പറഞ്ഞത് മറന്നു പോവുകയും അങ്ങനെ തന്നെ വിട്ടുപോയി. 3 എന്നൊരിക്കൽ നിങ്ങളെ കൊണ്ട് പറയിച്ചു, 1 പറയിച്ചു. ആ 3 എണ്ണം 3 ഭാഗത്തു നിന്നാണെന്ന് പറയിച്ചു. ഇതെങ്ങനെ കിട്ടി, ഏത് രീതിയിൽ കിട്ടി എന്ന് പറയാം. എന്നാൽ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഇത് തലയിലെ മുടിയാണ് എന്നാണ്. ഒന്ന് വെച്ചു തങ്ങളുടെ ഷഅർ, അവരുടെ തലയിലെ മുടി കറുപ്പിച്ചുകൊണ്ട് സ്ഥാനങ്ങളിലേക്ക് ആദ്യം വലഭാഗത്ത് മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്ത് മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്ത് മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത് മനുഷ്യർക്കിടയിൽ 1,40,000 വിതരണം ചെയ്തു. സാഹിത്യങ്ങൾ കൂട്ടിട്ടു, കൂട്ടിട്ടു. അല്ലേ ഫുള്ളുണ്ട്.